പുരുഷന്മാരെ അനുസരിക്കാത്ത ഇതേപോലെ അഹങ്കാരികളെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങ് പോയാൽ മതിയോ? വേറെ ഒരു റോളും ഇല്ല. കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അത് അച്ഛനാണ് എന്നുള്ള രീതിക്ക് പദവിക്ക് നല്ല കോട്ട് സൂട്ടൊക്കെ നിന്നാ മതിയോ? അല്ലാതെ TV ന്യൂസിന്റെ സമകാലിക ചർച്ചാ പരിപാടിയായ തമ്മിൽ തല്ലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമ്മൾ ചർച്ച തുടങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ആട്ടക്കലാശത്തിന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ശ്രീമതി അനുശ്രീ പൊയ്കമുക്കും ശ്രീമാൻ ഹർഷകുമാറുമാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ. മാഡം ചർച്ച തുടങ്ങി. ഉറങ്ങാനൊക്കെ സമയം തന്നില്ലേ ഇത്രയും നേരം? ചർച്ചയ്ക്ക് മറ്റേ അയാളവിടെ വന്നില്ലേ? എന്നെ പേടിച്ചായിരിക്കും വരാത്തത്. നോക്കിയാറോ ഇന്നത്തെ ചർച്ച കുളവായി. ദൈവമേ വരല്ലേ, എന്തിനടപ്പാ വരണത്? ചുമ്മാ സ്ത്രീകളെ കുറ്റം പറയാൻ വേണ്ടിയല്ലേ? എന്തായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ രണ്ട് അതിഥികളും എത്തിയിട്ടുണ്ട്. സാർ താമസിച്ചത് കൊണ്ട് മാഡത്തിനെ പേടിച്ച് ആ വഴിയെ മുങ്ങിയോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലേ മാഡം? സാർ കൃത്യസമയത്ത് കണിശമായിട്ട് എന്നെ വിളിച്ചതിന്റെ പേരിലാണ് ഞാൻ രണ്ടാമത് വന്നത്. കണ്ടില്ലേ, ഇരിക്കുന്ന രീതി തന്നെ കണ്ടല്ലോ. അപ്പൊ മാഡം ഒരു 2 ലോഡ് പൗഡർ വരും മുഖത്തിട്ടത്. തനിക്കെന്ത്, താൻ വന്നുടനെ തുടങ്ങിയോ? താനെന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ എവിടെ? ഇല്ല ഇല്ല ഇല്ല, പുരുഷന്മാരെ മുഖത്ത് താനെന്ന് ഉപയോഗിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? പൗഡർ ചർച്ച തുടങ്ങിയതിനു ശേഷം നമുക്ക് പുരുഷന്മാരെ മുഖത്ത് നോക്കി താനെ നിന്നെ ഉപയോഗിക്കരുത്. ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. മേഡം കുറച്ച് ആത്മസംയമനം പാലിക്കൂ. നമുക്ക് ചർച്ച, ഇതൊരു ചാനൽ ചർച്ചയാണ്. എന്ത് ചർച്ചയായാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു ഷോയിൽ കണ്ടിന്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ത്രീയുടെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ സാർ, നമുക്ക് പ്രേക്ഷകർക്ക് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പൗഡർ ഇട്ടേക്കണം നോക്കണം മാഡം. ഓ, നിങ്ങള് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഒരു കുട്ട പൗഡർ ഇട്ട് പുട്ടിയിട്ട് വരുന്നത്. ഏതെല്ലാം രീതിയിലാണ് പുരുഷന്മാരെ ആകർഷിക്കുന്നത്? ആ രീതിക്കാണല്ലോ നിങ്ങൾ നടക്കുന്നത്. എന്താ ഞാൻ പൗഡർ ഇടും, ലിപ്സ്റ്റിക് ഇടും, അതൊക്കെ എന്റെ ആവശ്യം. അതിൽ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം? പുരുഷന്മാർ അതിൽ എന്തിനാണ് ഇങ്ങനെ അട്രാക്റ്റീവ് ആകുന്നതെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. എന്തായാലും മാഡം ഷോ തുടങ്ങി. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിരുന്നു, പുരുഷന്മാർ സ്ത്രീകൾ രണ്ട് ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടി പിന്തുണയുമായിട്ടാണ് ഈ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചോദ്യം എന്നാൽ, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. ഭാര്യയുടെ സഹോദരിയുമായിട്ട് ഒളിച്ചോടി പോയതും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ തങ്ങൾ ഒളിച്ചോടി പോവുകയാണ്, അവരെ ആരും അന്വേഷിക്കേണ്ട എന്നുള്ള രീതിയിൽ വീഡിയോ വന്നിരുന്നു. അതിനിടയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ആ ഒരു പുരുഷന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ തികച്ചും ഇത് ആരുടെ ഭാഗത്തെ തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത്. അതിലൂടെയാണ് തുടങ്ങുന്നത്. സാർ, എന്താണ് ശരിക്കും ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സാറിന് പറയാനുള്ളത്? അല്ല, ആ ഒരു സ്ത്രീയുടെ ഭാഗത്താണ് ആ ഒരു തെറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടനെ ചേട്ടനായിട്ട് കണക്കൂട്ടാനുള്ളൊരു കഴിവ് വേണം. കാരണം 22 വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു ആ കുട്ടി. ആ 22 വയസ്സായ ആ ഒരു പക്വതയായ ഒരു സ്ത്രീ ആ രീതിയിൽ കാണിച്ചത് ഒട്ടും ശരിയുള്ളൊരു കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ സ്ത്രീ സമൂഹത്തിലെ കുറച്ച് പേർ പറഞ്ഞ ഈ പുരുഷന് ആ പെൺകുട്ടി ഒരു അനിയത്തിയായിട്ട് കാണാനുള്ള മനസ്സ് വേണ്ടേ? ആ വീട്ടില് വന്ന് കയറിയ ശേഷം ചിലപ്പോൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം ഓരോന്ന് വാങ്ങിക്കൊടുക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരിക്കാം. പക്ഷേ അയാള് എന്താ ചെയ്തത്? ഒരു റോസാ ചെടി നട്ടിട്ട് അതിൻ്റെ പൂ തനിക്ക് തന്നെ ചൂടണം എന്നുള്ള ഒരു മാനസിക നില ഉള്ള ഒരാളായിരുന്നു അയാൾ. അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഒരു പ്രായമായപ്പോഴേ പലതും പറഞ്ഞ് കൈ കാണിച്ച് വളച്ചു കൊണ്ടുപോയി. കാര്യം കഴിഞ്ഞ ശേഷം അയാൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ വരുന്ന പുരുഷവർഗം. അല്ല, അത് പുരുഷ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ചാൾക്കാരാണ്. എല്ലാവരെയും മേഡം അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. കുറച്ചാൾക്കാർ മാത്രമാണ്. എന്തായാലും അതില് ആ സ്ത്രീ അതിലും പ്രഥമ സ്ഥാനം വഹിച്ച ആളാണ് ആ ഒരു സ്ത്രീ.
ആ ഒരു സ്ത്രീ പ്രഥമ സ്ഥാനമാണ്. ആ പുരുഷനെ അല്ലെങ്കിൽ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു പുരുഷനെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തി കാണും. ഈ ഇരിക്കുന്ന മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ കുട്ടി ചിലപ്പോൾ കൂടുതൽ പൗഡർ ഇട്ടേക്കാം, ചിലപ്പോൾ എന്നെ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ, കൂടുതൽ ലിപ്സ്റ്റിക് ഇട്ടേക്കാം. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇയാൾ ആകർഷിതരായി എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരു സ്ത്രീ ഇപ്പോൾ കൂടുതൽ പൗഡറുടെ ലിപ്സ്റ്റിക്കിടെ ചെയ്തത് കൊണ്ട് മറ്റുള്ളവർക്ക് തന്നെ അട്രാക്റ്റീവ് ആവും. അതിനെപ്പറ്റി എനിക്കറിയാം. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമെന്ന്. ഒരു പ്രായം വരെ ചിലപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കി ഇദ്ദേഹം ആയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ആ പുരുഷൻ്റെ അടുത്ത് നല്ല ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ആ പുരുഷവർഗത്തിൽപ്പെട്ട അയാൾ മുതലെടുക്കുകയാണ് ചെയ്തത്. മുതലെടുത്ത് ആ പെൺകുട്ടിയെ വളച്ചു കൊണ്ടുപോയി കാര്യം കഴിഞ്ഞ ശേഷം ഉപേക്ഷിച്ചു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പുരുഷവർഗത്തിൽപ്പെട്ട എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഇതേപോലെയുള്ള ആ ഒരു മനുഷ്യൻ എങ്കിലും ആ പുരുഷവർഗത്തിൽപ്പെട്ട ഒരുത്തന്റെ മൈൻഡിലാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉദിച്ചത്. ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് സാങ്കല്പികമായ ഒരു സംഭവമായിട്ടാണ് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയകളിൽ റീച്ച് കയറുന്നതിന് വേണ്ടി മാത്രമാണോ എന്നുള്ളത്. കാരണം ഇതിന്റെ യഥാർത്ഥ എവിടെയാണ് ഈ കുട്ടിയുടെ വീട്, അല്ലെങ്കിൽ ഈ ഒരു പുരുഷന്റെ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? മാഡത്തിന് അറിയാമോ? ഇതൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുരുഷന്മാരെ അവഹേളിക്കുന്ന ഇതുമാതിരിയുള്ള സ്ത്രീകളെ സമൂഹത്തിന് തന്നെ വെറുക്കണം എന്നാണ് എനിക്ക് പ്രത്യേകമായി പറയുവാനുള്ളത്. അപ്പോൾ നമ്മൾ സ്ത്രീകളെയോ അതെ മേഡം, അതിന് മറുപടി പറയൂ. ഈ ഒരു എവിടെ നടന്നു? ഈ ഒരു സംഭവം നടന്നതാണോ, അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ റീച്ച് കയറുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഉള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവുണ്ടോ അതിന്റെ വ്യക്തമായ? അപ്പൊ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാരെ അധിക്ഷേപിക്കുന്നു? നിങ്ങളുടെ വ്യക്തമായ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയതെന്ന് എനിക്കും പറയാലോ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു തർക്കമാണ്. ഇത് എവിടെയാണ് സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പുനർപരിപാടി, ഇതൊന്നും ആരും ചിന്തിച്ചില്ലല്ലോ. അതുകൊണ്ട് പുരുഷന്മാരെ അവിടെ തെറ്റു പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് മാത്രമായി ഇവിടെ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരു സംഘടന, അതോടൊപ്പം പുരുഷന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു നിയമം ഇല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഇദ്ദേഹത്തെ പോലെയുള്ള പുരുഷവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ ജീവിക്കും? മാത്രമല്ല ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ മകൻ വെട്ടിക്കൊന്നു എന്നുള്ള ഒരു വാർത്തകൾ. അത് പുരുഷവർഗത്തിൽപ്പെട്ട മറ്റൊരു പുരുഷനെയാണ് വെട്ടിക്കൊന്നത്. അപ്പോൾ പിന്നെ പുരുഷന്മാർ തമ്മിലുള്ള ഇങ്ങനെയുള്ള ഒരു മാനസിക സ്ഥിതിയാണെങ്കിൽ അതിനിടയിൽ ഈ സ്ത്രീകൾ എങ്ങനെ ജീവിക്കും? അല്ല, അതിന് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ മാഡം, ഒരു കുട്ടിയുടെ രൂപവൽകൃതമാകുന്ന സമയം ഉൾപ്പെടെ ആ കാര്യങ്ങൾ വീട്ടിൽ നിന്നേ തുടങ്ങിപ്പോകണം. ആ സമയത്ത് ഈ മക്കൾക്കുള്ള രീതികൾ എന്താണ്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവർ സഹകരിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെ അവർ സഹകരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ സ്ത്രീകളാണ് പരാജയം. കാരണം ആ അമ്മ ആ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അവിടെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ആ അമ്മ പരാജയപ്പെട്ടു. അതാണ് ഞാൻ പറയുന്നത്. സ്ത്രീ സമൂഹം പല കാര്യങ്ങളിലും താഴ്ന്ന രീതിയിലുള്ള പ്രവർത്തന രീതികളാണ്. അപ്പൊ അവിടെ ആ ഒരു അച്ഛനെ കൊല്ലാൻ ഉണ്ടായിട്ടുള്ള ഒരു പിന്തുണ, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഇത് രൂപീകൃതമായത് ആ ഒരു അമ്മയിൽ നിന്നെന്നാണ് സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് അമ്മ മാത്രമാണോ കാരണക്കാർ? അച്ഛനില്ലേ? അപ്പോൾ ഈ ഒരു ആൺകുട്ടി, ആൺകുട്ടികൾക്ക് അമ്മയോടാണ് കൂടുതൽ താല്പര്യം ഇഷ്ടമൊക്കെ ഉള്ളത് എന്നും പറഞ്ഞ് അമ്മ മാത്രമാണോ അതിനുള്ള കാരണക്കാരി? ഇപ്പൊ ഈ പറയുന്ന അമ്മയ്ക്ക് ഈ ആൺകുട്ടികൾ എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു നമുക്കിപ്പോൾ പോയി നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു അച്ഛനെ കൊണ്ട് പറ്റും. ഒരു അച്ഛന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി അത് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ മകൻ പുറത്തു പോകുന്നു, പെൺകുട്ടികളാണെങ്കിൽ വീട്ടിനകത്ത് അടങ്ങിയിരിക്കും. പക്ഷെ ആൺപിള്ളേർ അങ്ങനെയല്ല, പെൺപിള്ളേരാണ് ഇപ്പോൾ ഏറ്റവും കുഴപ്പമായ രീതിയിൽ വെളിയിൽ രാത്രി കാലങ്ങളിൽ വരെ സഞ്ചരിക്കുന്നത്. പല സമയത്തും 12 മണി കഴിഞ്ഞാൽ ആൺകുട്ടികളുമായിട്ട് സല്ലപിച്ച് റോഡിൽ നിൽക്കുന്നവരാണ് ഇപ്പോൾ ഉള്ള സ്ത്രീ ജനങ്ങളായ കുട്ടികൾ. അതെന്ത് മേഡം പറയാത്തത്? അങ്ങനെയുള്ള കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെ ഇപ്പൊ സല്ലപിച്ച് നിന്നാൽ എന്താണ് പ്രശ്നം? ഒരു പെൺകുട്ടിയെടുത്ത് മിണ്ടിയാൽ എന്താണ് പ്രശ്നം? എന്തെങ്കിലും സംഭവിച്ചു പോവോ?
അതാണല്ലോ നിരവധി കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നു പോകുന്നത്. അത് നിങ്ങൾ ചിന്തിക്കൂ, നിരവധി കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. അപ്പൊ ഒരു രാത്രി ഒരു പെൺകുട്ടി ആൺകുട്ടി സംസാരിക്കുന്നതിൽ ഒരു 12 കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നാണ് സംസാരിച്ചാൽ എന്ത് പറ്റും? അല്ല, ഈ പറഞ്ഞ മേഡം തന്നെ പറഞ്ഞ നമുക്ക് സ്ത്രീകൾക്ക് സുരക്ഷയില്ല. ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് അല്ലെങ്കിൽ മറ്റു നഗരത്തിനകത്ത് 12 മണി കഴിഞ്ഞാൽ നടക്കാൻ പാടില്ല എന്നുള്ള സുരക്ഷ ഇല്ലാത്ത രീതിയാണ് ഇവിടുത്തെ ഭരണസംഹിത ഉൾപ്പെടെ ചെയ്യുന്ന രീതിയാണ് മേഡം അന്നേക്ക് കഴിഞ്ഞ ഈ ഒരു ഡിബേറ്റിൽ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഇല്ല മേഡം, ഞാൻ അന്നും പറഞ്ഞു സ്ത്രീകൾ സുരക്ഷിതമായാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോകുന്ന രീതി എന്നുള്ളത് ഞാൻ അന്നും പറഞ്ഞു. ഇവിടെ സാറ് പറഞ്ഞത് പുരുഷന്മാർ ആൺകുട്ടികളുള്ള അമ്മമാർ ആൺകുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണം എന്നാണ് സാറ് പറയുന്നത്. അപ്പം പെൺകുട്ടികൾക്ക് ശ്രദ്ധ വേണ്ടേ എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉണ്ട്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരു അമ്മ എന്ന് പറയുമ്പോൾ രണ്ടുപേരെ ഒരേപോലെയാണ് കാണുന്നത്. പിന്നെ ഈ അച്ഛൻ എന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ, അത് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ കയറി അങ്ങ് കൊള്ളും പുരുഷവർഗത്തിൽപ്പെട്ടത്. പക്ഷേ അവന്മാർ ഒന്ന് ആലോചിക്കണം. ഞാൻ നിങ്ങളാരെയും ഒന്നും പറഞ്ഞിട്ടില്ല, ഓക്കെ? ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഈ പുരുഷവർഗത്തിൽപ്പെട്ട പുരുഷവർഗത്തിൽപ്പെട്ട ആളുകളിൽ പെടുന്ന ചിലർ അച്ഛന്മാർക്ക് സത്യം പറഞ്ഞ ഈ മകളായാലും മകനായാലും ഒരു കാര്യവും പറഞ്ഞു കൊടുക്കാനും അത് നേർവഴിക്ക് കൊണ്ടുവരാനൊന്നും അറിയത്തില്ല. ഈ ഒരു ആഴ്ചയിൽ ഒരു 15 മിണ്ടാതിരിക്കും, ഞാൻ സംസാരിക്കട്ടെ. 15 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു അച്ഛൻ പീഡിപ്പിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ അച്ഛന്മാരെന്താ ഈ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കുട്ടികളെ നേർവഴിക്കൊന്നും കൊണ്ടുവരണ്ടേ? അല്ല, എന്തെങ്കിലും കുറ്റം ഈ മക്കൾ ചെയ്താൽ അപ്പോഴേ അമ്മയുടെ മണ്ടയിൽ വരും. നല്ല കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ അച്ഛൻ അങ്ങ് ഏറ്റെടുക്കുകയും പറയുന്നതാണല്ലോ. എവിടെ നടന്നു മേഡം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? നീ അറിഞ്ഞില്ലായിരുന്നോ? അതെ, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. ഇപ്പൊ കുറച്ച് സമയം മാത്രമേ ആയുള്ളൂ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട്. അതാണ് ഞാൻ പറഞ്ഞ പുരുഷ സമൂഹത്തിലും എങ്ങനെയുള്ള നീചന്മാരെ നമ്മൾ പുരുഷ സമൂഹത്തിൽ തന്നെ കൂട്ടാതിരിക്കുന്നു. നമ്മൾ കൂട്ടുന്നില്ല. അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ ഞങ്ങൾ ഈ ഒരു പുരുഷ സമൂഹത്തിലെ കൂട്ടുന്നില്ല. അല്ലാതെ മുന്നോട്ട് പോകുന്ന പുരുഷന്മാർ അവർക്കൊരു നിയമസംഹിത ഇവിടെ ഉണ്ടാക്കണം. ഇതാ ഞങ്ങൾ പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും തെന്നിയും തെറിച്ച് ഇല്ല മേഡം, എവിടെയെങ്കിലും തെന്നിയും തെറിച്ച് അങ്ങനെ ഒരു കാര്യം നടന്നാൽ പറയുന്നത് ശരിയാണോ? വീണ്ടും ചെയ്യുന്നത് അതിൽ പെടുന്ന ആൾക്കാരാണല്ലോ വീണ്ടും ഇതേപോലത്തെ പ്രവർത്തികൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് നിയമം ഉണ്ടായിട്ട് പോലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല നല്ല രീതിക്ക്. അപ്പോൾ പിന്നെ ഈ പുരുഷന്മാർക്ക് സംഘടന ഉണ്ടാക്കി കൊടുത്താൽ അല്ല, പുരുഷന്മാർക്ക് ഇത് സ്ത്രീകൾക്ക് നമ്മുടെ നിയമത്തിൽ ഭേദഗതി ചെയ്തോ പോലും സ്ത്രീകൾക്ക് മുൻഗണന ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം വരണം. നിയമത്തിൽ തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അദ്ദേഹം പറയുന്നു കുട്ടികളെ നല്ല രീതിക്ക് നോക്കേണ്ടത് സ്ത്രീകളാണെന്ന്. അപ്പൊ പിന്നെ ഈ പുരുഷന്മാർക്ക് എന്താണ് റോൾ? ഈ കുട്ടികളെ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങ് പോയാൽ മതിയോ? വേറെ ഒരു റോളും ഇല്ല. കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അത് അച്ഛനാണ് എന്നുള്ള രീതിക്ക് പദവിക്ക് നല്ല കോട്ട് സൂട്ടൊക്കെ നിന്നാൽ മതിയോ? അല്ലാതെ ഇവർക്ക് വേറെ ഒരു ജോലിയില്ല. ജോലിക്ക് പോവുക, പൈസ കൊണ്ടുവരിക, ഉറങ്ങുക. എനിക്ക് അറിയാൻ വയ്യ. അത് തന്നെ. ഇപ്പം ഒരു കുടുംബത്തിലെ ആൺ തലവൻ, നമ്മൾ പുരുഷന്മാരെ തലവൻ എന്നാണ് സംഭവം ചെയ്തത്. തലവൻ, ആ തലവൻ ജോലിക്ക് ഇറങ്ങി പോയാലേ ആ വീട്ടിലെ അടുപ്പ് അതൊക്കെ പണ്ട് നിങ്ങൾക്ക് ആ മേളത്തിനെ നിലയ്ക്ക് നിർത്തൂ. ആ മേളത്തിനെ നിലയ്ക്ക് നിർത്തൂ. നിങ്ങൾ നിലയ്ക്ക് എന്നെ അനുവദിക്കൂ, പറയാൻ അനുവദിക്കൂ. അപ്പൊ ആ ആണുങ്ങൾ അല്ലെങ്കിൽ ആ പുരുഷന്മാർ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ പറയാൻ അനുവദിക്കൂ. ചർച്ച തുടർന്നു പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞ പുരുഷന്മാരെ അനുസരിക്കാത്ത ഇതേപോലെ അഹങ്കാരികളായ സ്ത്രീകളാണ്. എന്നെ അഹങ്കാരം, ഞാൻ ഇയാളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്തോ? ഇയാളെ ഞാൻ വല്ലതും ഇയാളെന്നുള്ള സംഭവം നല്ലതല്ല. ഒരു പുരുഷന്റെ അതാണ് ഞാൻ പറഞ്ഞ പുരുഷന്മാരെ അനുസരിക്കാത്ത ഇതേപോലെയുള്ള സ്ത്രീകൾ. എന്തിനാണ് പുരുഷന്മാരെ സ്ത്രീകൾ അനുസരിക്കുന്നത്? പുരുഷന്മാരെ പിന്നെ ഇത് അനുസരിക്കാതെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ കഴിഞ്ഞു. പുരുഷന്മാരെ അനുസരിച്ച് അവർ വരയ്ക്കുന്ന വരയും ജീവിക്കേണ്ട ആവശ്യമൊന്നും സ്ത്രീകൾക്കില്ല.
അതാണിപ്പോ ഈ വിഷയങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. അതാണ് ഞാനും നിയമസംഹിതയോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ സർക്കാരുകളോട് പറയാനുള്ളത്, പുരുഷന്മാർക്ക് പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നുള്ളത്. ഇതേപോലെയുള്ള അഹങ്കാരികളായ സ്ത്രീകളാണെങ്കിൽ ആ ഒരു പുരുഷന്റെ ഗതി എന്താവും? സംസാരിക്കാൻ പറയുക സാർ, അഹങ്കാരി എന്നുള്ള വാക്ക് നമ്മള് പേഴ്സണലായിട്ട് മാഡത്തിന് ഉപയോഗിച്ചത് പോലെയാണ് ഇത് പ്രേക്ഷകർക്ക് തോന്നുന്നത്. അപ്പോൾ അല്ല, എല്ലാ സ്ത്രീ സമൂഹത്തിനെയും അല്ല ഞാൻ പറഞ്ഞത്. ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന രീതി ഇത് പല പുരുഷന്മാർക്കും വിഷമമാക്കുന്നുണ്ട്. ഈ ഒരു മാഡത്തിന്റെ രീതി. എനിക്കിപ്പോ ഒരു പുരുഷന്മാരെ സന്തോഷിപ്പിച്ചിട്ടൊന്നും നേടാനില്ല. ഞാനൊരു സ്ത്രീയാണ്. അത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയും. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും അറിയാം. അല്ല അത് ചിലപ്പോൾ പുരുഷന്മാർ വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് കൈ ചൂണ്ടരുത്. അത് ശരിയല്ല. കൈ ചൂണ്ടരുത്. പിന്നെ ഈ ഇദ്ദേഹത്തിന് ചിലപ്പോ ഈ മേഡത്തിന്റെ ഭർത്താവ് ചിലപ്പോ ഒരു നികൃഷ്ടനായ ജന്തു ആയിരിക്കാം. പക്ഷെ എല്ലാ പുരുഷന്മാരെ ആ ഒരു നികൃഷ്ട ജന്തുവിന്റെ ഗണത്തിൽ പെടുത്തരുത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നിങ്ങൾക്ക് പുരുഷന്മാരുടെ ഈ ഒരു ദേഷ്യം വരുന്നത്. നിങ്ങളെ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞ് മറ്റു പുരുഷ സമൂഹത്തിന് ആ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഒട്ടുമിക്ക പുരുഷന്മാരും ഇതുപോലെയാണ്. പിന്നെ നല്ല ആൾക്കാരും ഉണ്ട് അതിനിടയിൽ. അത് നമ്മൾ ഒരു 100-ൽ ഒരു 10 പേരെ. ഇനി ആ പുരുഷനെ നേരിൽ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ ലൈവിൽ കൊണ്ടുവരാം, എന്താണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പുരുഷന്മാരെ ഈ രീതിയിൽ പറയാൻ കാരണമെന്നുള്ള ആ പുരുഷനോട് ഞങ്ങൾ ചോദിക്കണ്ടേ? ചോദിക്കണം ഞങ്ങൾക്ക്. കാരണം ഈ ഒരു പുരുഷ വിദ്വേഷിയായ ഇതേ കണക്കുള്ള സ്ത്രീകൾ ഇതേ രീതിയിൽ പറയുമ്പോൾ നമ്മുടെ പുരുഷന്മാർക്കെല്ലാം നാണക്കേടാണല്ലോ. നാണം കെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒട്ടുമിക്ക പേരും ഇതേപോലത്തെ ക്യാരക്ടറുള്ള ആൾക്കാരാണെന്ന്. ഈ ഒട്ടുമിക്ക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾക്ക് ഒതുങ്ങിയാൽ പോരെ. നിങ്ങളെ ഭർത്താവ് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ രീതി കറക്റ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വീടിന്റെ സംരക്ഷണം ആ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പുരുഷവർഗത്തിനെ പറയിക്കാനുള്ള കിഴങ്ങൻ എന്ന് ഞാൻ ഇവിടെ സംബോധന ചെയ്യുന്നു. ആ കിഴങ്ങൻ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് എല്ലാ പുരുഷന്മാരെയും നിങ്ങൾ ഇതേപോലെ, നിങ്ങളുടെ അച്ഛൻ ഒരു പുരുഷനല്ലായിരുന്നോ? നിങ്ങളുടെ അച്ഛൻ പുരുഷനല്ലേ? നിങ്ങളുടെ സഹോദരൻ പുരുഷനല്ലേ? മേഡം, നിങ്ങളുടെ അച്ഛൻ പുരുഷനാണല്ലോ, നിങ്ങളുടെ സഹോദരൻ പുരുഷനാണ്. അപ്പൊ അവരെല്ലാം നിങ്ങൾ ആ രീതിയിലാണോ കാണുന്നത്? ഒട്ടുമിക്ക അതുകൊണ്ട് എല്ലാ പുരുഷവർഗത്തിനെ അധിക്ഷേപിക്കുന്ന രീതി കറക്റ്റ് അല്ല. ഞാൻ പറഞ്ഞത് അതിൽ എന്റെ സഹോദരനും അച്ഛനും ഒക്കെ പെടുന്ന ആൾക്കാരാണ്. അതെ. അപ്പൊ നിങ്ങളെ അച്ഛനും സഹോദരനും ആ വിഭാഗത്തിൽ പെടുന്ന ഓക്കെ. അപ്പൊ നിങ്ങളെ വിവരം ഇപ്പൊ ഇത്രത്തോളം ഉള്ളൂ. അപ്പൊ നിങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെയാണ്. നിങ്ങൾ കുടുംബപരമായിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, കുടുംബപരമായിട്ട് അയാൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് വിവരമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയായി വന്നിട്ടില്ല. അനുജ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ആ മേഡത്തിന്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പുരുഷവർഗത്തിൽപ്പെട്ടതാണല്ലോ നിങ്ങളുടെ അച്ഛനും സഹോദരനും. അപ്പൊ അവർ രണ്ടുപേരും ആ ഗണത്തിൽപ്പെടുന്ന ആളെന്നാണ് ഈ പറയുന്ന ഈ മേഡം പറയുന്നത്. എന്റെ അച്ഛനും സഹോദരനും ഒക്കെ പുരുഷഗണത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്നും പറഞ്ഞ് അവര് ഈ വന്നു കയറിയ കിഴങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ ചെയ്യാറില്ല. അവർ അന്തസ്സായിട്ട് സ്ത്രീ പുരുഷന്മാരെ കിഴങ്ങന്മാരെന്ന് സംബോധന ചെയ്യരുത്. ആ വിഭാഗത്തിൽ അങ്ങനെയുള്ള ഇയാള് തന്നെയാണ് തന്നെ. പിന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ട്. കാരണം ആ വിഭാഗത്തിൽ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ കിഴങ്ങന്മാര്, ദുഷ്ടന്മാര്, അല്ലെങ്കിൽ ക്രൂരന്മാർ, ഈ വാക്കുകൾ ഉപയോഗിക്കാം. കാരണം നമ്മളെ പറയിക്കാൻ വേണ്ടി നമ്മളെ വിഭാഗത്തിലും കുറച്ച് നാണം കെട്ടവന്മാരുണ്ട്. അവന്മാരെ നമുക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ നാണം കെട്ടവന്മാരെ നിങ്ങളും കൂടെ നമ്മളെയും കൂടെ പറയിക്കല്ലേ ദേവി ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോർ ഇരിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ സമൂഹത്തിലെ ഒരു വാക്കുണ്ട്, ഞാൻ പറയുന്നില്ല. അതേപോലെ ഉള്ളൊരു സ്ത്രീയുടെ മുന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ പുരുഷന്മാർ ശ്രദ്ധിക്കാനുള്ളത്, പുരുഷൻ ഞാൻ സ്ത്രീ വിഭാഗത്തിൽ പെടുന്നത് പല രീതിയാവാം. ഇപ്പൊ ഡാൻസർ ആവാം, അതോടൊപ്പം പ്രസംഗം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുന്ന ആളാകാം, അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരെ അംഗീകരിക്കാത്ത ആളാണ്. ഈ ഏത് വിഭാഗത്തിലും പെടുത്താൻ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽ പെടുത്താൻ താല്പര്യമുണ്ടോ ആ വിഭാഗത്തിൽ നിങ്ങൾ പുരുഷന്മാരാണ് അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ പറയാം, പുരുഷന്മാരാണ് വലുത്. ഇല്ല, പുരുഷന്മാരാണ് വലുത്. ഇതേപോലെയുള്ള സ്ത്രീകളുടെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. പുരുഷന്മാരാണ് വലുത്. പല സംഭവങ്ങൾ പറഞ്ഞാലും പുരുഷന്മാർ വലുതാണ്.
എന്തായാലും അല്ല ഇല്ല, ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിട്ട് തുടർന്ന് ചർച്ചയ്ക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണ്ട ഇല്ല താല്പര്യമില്ല. പുരുഷന്മാരാണ് വേണ്ട. ഞാൻ ഇപ്പോഴും പറയാം, മാന്യ പ്രേക്ഷകരെ ഞാൻ പറയാം, പുരുഷന്മാരാണ് വലുത്. ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഇയാൾ പറയാൻ തുടങ്ങിയതാണ് പുരുഷന്മാരാണ് വലുത്. എന്തായാലും വേണം. ഇല്ല ഞാൻ പോകുന്നു. നമ്മുടെ എല്ലാ ചർച്ചകളും ഇതുപോലെ അടിപിടിയിലാണ് അവസാനിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വേണ്ട ഞാനും പോകുന്നു. അപ്പം രണ്ടുപേരും എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നമ്മൾ പറഞ്ഞതും കേൾക്കാതെ രണ്ടു വശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. പുരുഷനാണോ സ്ത്രീയാണോ മികച്ചത് എന്നുള്ളത് കമന്റ് ചെയ്യാം. കമന്റ് ബോക്സിൽ വന്ന് അടികൂടാതെ നിങ്ങളുടെ ആശയങ്ങൾ നമുക്കായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ എന്തായാലും തമ്മിത്തല്ലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റ് സമകാലിക വിഷയങ്ങളുമായി തമ്മിത്തല്ല് നമുക്ക് വീണ്ടും കാണാം. ബൈ.